പ്രേമ, ഈ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനേയി, അദ്ദേഹത്തിന്റെ ശവസംസ്കാരം, അദ്ദേഹത്തിന് ആ യുദ്ധം തുടങ്ങിയ ദിവസം ഫെബ്രുവരി 28 തന്നെയാണ് അമേരിക്ക ഇസ്രയേൽ സംയുക്തമായിട്ടുള്ള ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം ലോകരാഷ്ട്ര തലവന്മാരെ എല്ലാം അറിയിച്ചുകൊണ്ട് അവർ നടത്താൻ പോവുകയാണ്. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ശവസംസ്കാര ചടങ്ങിലേക്ക് പങ്കെടുക്കാനുള്ള ക്ഷണക്കത്ത് കിട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ഷണക്കത്ത് കിട്ടിയപ്പോൾ ഇന്ത്യ അത് എന്താണ് തീരുമാനം എന്നുള്ളത് പ്രസിഡന്റിനെയോ ഉപരാഷ്ട്രപതിയോ രാഷ്ട്രപതിയോ അതിലാരെങ്കിലും, ചിലപ്പോൾ ഉപരാഷ്ട്രപതി ആവാനാണ് സാധ്യത എന്നാണ് വാർത്തകളിൽ അറിയുന്നത്. പക്ഷെ ഇങ്ങനെ ഇത്രയും പ്രാധാന്യത്തോടെ ലോക നേതാക്കളെ വിളിച്ച് ഈ ശവസംസ്കാരം നടത്തുമ്പോൾ അതിലെന്തെങ്കിലും ഒരു സൂചന ഇറാൻ നൽകുന്നുണ്ടോ? ഉറപ്പായിട്ടും ഇത് വെറും ഒരു ശവസംസ്കാര ചടങ്ങല്ല, അതൊരു ശക്തി പ്രകടനമാണ്. വാസ്തവത്തിൽ ഇറാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളൊപ്പം രാജ്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് വലിയൊരു സൗഹൃദ വലയമുണ്ട്. അതെ, അതിൽ ഈ ആരെയൊക്കെയാണ് ക്ഷണിച്ചിരിക്കുന്നതെന്ന് കൂടി നമ്മൾ നോക്കണം. അത് പറയപ്പെടുന്നത് ഇന്ത്യയുണ്ട്, റഷ്യയുണ്ട്, ചൈനയുണ്ട്, പിന്നെ അവരുടെ പോലെ പാകിസ്ഥാനുണ്ട്, കുറേ സൗഹൃദ രാജ്യങ്ങൾ അവരുടെ പട്ടികയിലുള്ള അഫ്ഗാനിസ്ഥാൻ അടക്കം, അതായത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒരുവിധപ്പെട്ട എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ പ്രതിനിധികളെ ക്ഷണിച്ചുകൊണ്ട് ഇവർ കത്തുകൾ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചടങ്ങ് നടക്കുന്നത് വരുന്ന ജൂലൈ 4 മുതൽ 9 വരെ ടെഹ്റാൻ, ഖോം, മഷാദ് എന്നീ 3 നഗരങ്ങളിലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ, പൊതു സമ്മേളനങ്ങൾ, വിലാപയാത്ര, അതേപോലുള്ള പരിപാടികൾ. സംസ്കാരം നടക്കുന്ന 9-ാം തീയതി മഷാദ് എന്ന് പറയുന്ന സ്ഥലത്തെ ഇമാം റേസ ശവകുടീരത്തിലാണ് ഇയാളെ അടക്കം ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ലോക നേതാക്കളെ വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞു കണ്ടാൽ അതിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവരുടെ ഈ ശക്തി പ്രകടനം. 2, ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾക്ക് ഒരുപാട് സൗഹൃദ രാഷ്ട്രങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ രാജ്യമാണ് ഇറാൻ എന്നൊരു പ്രതീതി ഉണ്ടാകാൻ പാടില്ല. ലോക രാജ്യങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കണം. പിന്നെ ഈ ഇറാനിൽ വലിയ യുദ്ധം നടന്നു, അവരുടെ രാഷ്ട്ര തലവനെ തന്നെ വധിച്ചു. അപ്പോൾ രാജ്യത്തെ സുരക്ഷ, അവിടെ ഇപ്പോൾ ഈ യുദ്ധാനന്തരവും അവിടെ വലിയ വിദേശത്തു നിന്നുള്ള ആളുകൾ പല പല ആവശ്യങ്ങൾ വിനോദസഞ്ചാരത്തിനടക്കം എത്തേണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ ആഭ്യന്തര സുരക്ഷ, ഈ ലോക നേതാക്കളൊക്കെ വരുമ്പോൾ അതൊരു വിഷയമാണല്ലോ. അപ്പോൾ ആഭ്യന്തര സുരക്ഷ ഓക്കെയാണ് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കണം. പിന്നെ പ്രാദേശികമായി ഇന്ത്യ, റഷ്യ, ചൈന അടക്കമുള്ള ഇത്തരം അമേരിക്കക്കെതിരെ ഞങ്ങളുടെ ഒരു സഖ്യം രൂപപ്പെടുത്തുന്നു എന്നൊരു സന്ദേശം കൊടുക്കണം. കൂടാതെ ഈ പ്രതികൂല സാഹചര്യത്തിലും ഞങ്ങളെ കരുതിയതിനുള്ള ഒരു നന്ദി, ഇത് ഇത്രയും ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇറാന്റെ അജണ്ട. ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്, അദ്ദേഹം അതിൽ പങ്കെടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന് അതേ സമയം തന്നെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പര്യടന പരമ്പര നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് 6 മുതൽ 11 വരെയുള്ള സമയത്ത്. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി പോകും. അപ്പോൾ പകരം പോകുന്നത് ഒന്നെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി മുമ്പ് അവിടെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ചരിത്രമുണ്ട്. അവിടുത്തെ മുൻ പ്രസിഡന്റ് വിമാനാപകടത്തിൽ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളിൽ സാക്ഷ്യം വഹിക്കുക ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഇറാന്റെ മുൻ അയത്തുള്ള റൂഹല്ല ഖമേനി 1989 അദ്ദേഹം മരിച്ചിരുന്നു. അതായത് ഈ രാജഭരണം അവസാനിപ്പിച്ച് ഇറാനിൽ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത നേതാവാണ് ഈ കക്ഷി. അപ്പൊ അദ്ദേഹം 89 അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങ് മിഡിൽ ഈസ്റ്റിൽ നടന്ന ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു. അപ്പൊ ആ സമയത്തും ആളുകളെ അവർ വിളിച്ചിരുന്നു, പല ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് അവർ ഈ ലോക നേതാക്കളെ വിളിച്ചു എന്നുള്ളതിന്റെ ഇറാൻ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഞങ്ങൾ അത്ര വലിയ കുഴപ്പക്കാരല്ല, അല്ലെങ്കിൽ അമേരിക്ക ഇവിടെ ഒറ്റപ്പെടുകയാണ് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഒരു PR എക്സർസൈസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇന്ത്യ അവിടെ പോകുന്നത്, ഇന്ത്യക്ക് ഇറാന്റെ അതിൽ നേരിട്ട് കക്ഷി ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രാജ്യമാണ്. കാര്യം ഇന്ത്യയും അമേരിക്കയുമായിട്ടൊരു വ്യാപാര കരാർ ചർച്ചയിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ ശത്രു പട്ടികയിലുള്ള ഇറാനുമായിട്ട് വലിയ സഖ്യത്തിൽ ഏർപ്പെടുന്നത് അത്ര നല്ലതല്ല, പ്രായോഗിക ബുദ്ധിയിൽ അത്ര നല്ലതല്ല. അപ്പോഴും ഇന്ത്യയുടെ ഉയർന്ന ഒരു നയതന്ത്ര പ്രതിനിധിയെ തന്നെ ഇതിനയക്കും. അപ്പൊ അതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇറാനെ സൗഹൃദ പട്ടികയിൽ നിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയുമായിട്ട് ഡീൽ ചെയ്യുക എന്നൊരു തന്ത്രപരമായ സമീപനം. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്,
ചബഹർ എന്ന് പറയുന്ന ഒരു തുറമുഖം, അത് വളരെ തന്ത്രപരം, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് ഇറാനിൽ നടപ്പിലാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് മാത്രം ഏതാണ്ട് 120 ദശലക്ഷം ഡോളർ ഇന്ത്യ ഇതിനോടകം ചെലവാക്കി അമേരിക്കയുടെ പിടിവാശിയുടെ പേരിൽ അവിടെ നിന്ന് ഇപ്പോൾ വിട്ടു നിൽക്കുകയാണ്. കഴിഞ്ഞ 2026 ഏപ്രിൽ 26 നമ്മൾ അവിടെ നിന്ന് പിൻവാങ്ങി നിൽക്കുകയാണ്. കാരണം അമേരിക്ക അവിടെ ഉപരോധം പ്രഖ്യാപിച്ചു. ചബഹർ കാരണം അമേരിക്കയെ സംബന്ധിച്ച് ചബഹറിൽ ഇന്ത്യ നിക്ഷേപം നടത്തുന്നത് അവർക്ക് മുമ്പ് താല്പര്യം ഉണ്ടായിരുന്നു. കാരണം തൊട്ടിപ്പുറത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയ്ക്ക് സൈനിക താവളവും അവരുടെ ഭരണത്തിൽ അവർക്ക് വലിയ സ്വാധീനവും ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോ അവിടെ ഒരു തുറമുഖം വരുന്നതിൽ അമേരിക്കയ്ക്കൊന്നും വലിയ താല്പര്യമില്ല, ഇപ്പുറത്തും ഇല്ല. കാര്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവർ പോവുകയും ചെയ്തു. അപ്പോൾ ഇറാനെ ഒറ്റപ്പെടുത്തുകയും വേണം. അപ്പോൾ മുമ്പ് ഇറാനുമായിട്ട് അമേരിക്ക ശത്രുതയിലായിരുന്നപ്പോഴും ഇന്ത്യക്ക് അവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്നത് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ അവരുടെ ഒന്ന് പോയപ്പോൾ പിന്നെ ആ താല്പര്യം വേണ്ട. ഇറാന് നേരത്തെ പ്രഖ്യാപിച്ച ഉപരോധം ഈ ചബഹർ തുറമുഖത്തിനും കൂടി പ്രാബല്യത്തിലാക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 26 കൂടി ഈ പറയുന്ന ഉപരോധം നിലവിൽ വന്നു. ഇന്ത്യക്ക് അവിടെ ഇക്കക്കളിയില്ലാത്ത അവസ്ഥയായി. ഇനി അവിടെ വീണ്ടും ഇന്ത്യ നിക്ഷേപം നടത്തുന്ന ഇറാനുമായിട്ട് ആ രീതിയിൽ സഹകരണം തുടരുകയാണെങ്കിൽ 25% ടാക്സ് ഇന്ത്യക്കെതിരെ ചുമത്തുമെന്നുള്ളൊരു ഭീഷണി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഒരു പ്ലാൻ ബി സ്വീകരിച്ചു. ഇതിന്റെ ഉടമസ്ഥാവകാശം താൽക്കാലികമായിട്ട് ഒരു ഇറാൻ കമ്പനിക്ക് നൽകുക. എന്നിട്ട് പിന്നീട് നെഗോഷിയേറ്റ് ചെയ്ത് ഇതിലൊരു അനുകൂല സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ചബഹറിന്റെ കാര്യത്തിൽ അമേരിക്കയുമായിട്ട് ധാരണയിലെത്താം എന്നുള്ളതായിരുന്നു. പക്ഷെ അത് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഇറാൻ ഭരണകൂടം ഇതുമായിട്ട് സഹകരിക്കേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരേ സമയം അമേരിക്കയുമായിട്ടും ഇറാനുമായിട്ടും നമ്മുടെ പ്രതിരോധ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യം പറഞ്ഞ് നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇപ്പൊ നമുക്ക് സംശയം തോന്നാം, ട്രംപും മോദിയുമായിട്ട് വലിയ സൗഹൃദത്തിലല്ലേ, എടാ ഒന്ന് ശരിയാക്കടാ എന്ന് വിളിച്ചു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങനെ നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ട്രംപുമായിട്ട് ഇടപാട് നടത്തുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അമേരിക്ക നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്, ഉപരോധ ഭീഷണി ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഒരു വ്യാപാര കരാർ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇതിന്റെ പേരിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇറക്കുമതി ചുങ്കമൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടി. അതെ, അതുകൊണ്ടാണ് രീതിയിൽ പൂട്ടിയിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് ട്രംപും മോദിയുമായിട്ട് ഇക്കാര്യത്തിന്റെ പേരിൽ അവർ ചിലപ്പോൾ അനൌദ്യോഗികമായിട്ട് ചർച്ചകൾ ഉണ്ടാകും, നമുക്കറിയില്ല. ഔദ്യോഗികമായിട്ട് ഈ രണ്ട് ഭരണ നേതാക്കൾ തമ്മിൽ ചർച്ച ചെയ്യാതെ തന്നെ ഈ കാര്യത്തിൽ അനൌദ്യോഗികമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇന്ത്യ ഈ ഇറാനെ വിശ്വാസത്തിലെടുക്കാൻ അവരുടെ കൂടി ഒരു പ്രീതിപാത്രമാകാനും കൂടി ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പ്രതിനിധി അയക്കണം എന്നുള്ള തീരുമാനം. ഇനി പറയാൻ പറ്റില്ല, ചിലപ്പോ ഈ പറയുന്ന വിദേശ പര്യടനത്തിനിടയിൽ മോദി ചിലപ്പോ അങ്ങോട്ട് ഒന്ന് പോയെന്നിരിക്കാം. മുമ്പ് പാകിസ്ഥാനിൽ നവാസ് ഷെരീഫിന്റെ മകളുടെ വിവാഹ ചടങ്ങുകളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് മോദി കടന്നു എന്നൊരു സംഭവമുണ്ട്, പാകിസ്ഥാനിലാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് അദ്ദേഹത്തിന്റെ തീരുമാനം അറിയാനൊക്കില്ല. ഏതായാലും ഇറാന്റെ കാര്യത്തിൽ ആ ഒരു രീതിയിൽ പോകും. അങ്ങനെ സംഭവിച്ചാൽ വളരെ ചരിത്രപരമായിരിക്കും. ഇനി മറ്റു പല സാധ്യതകളും അവിടെ വരുന്നുണ്ട്. കാര്യം ഈ ചബഹർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോ മുൻകാലങ്ങളിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇറാന് 3-ാം സ്ഥാനമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തോന്നും ഈ ചബഹർ തുറമുഖം വികസിപ്പിക്കുന്നത് എണ്ണ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലും അല്ല. അതില് എണ്ണ കയറ്റുമതി ചെയ്യാൻ ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളില്ല. അവിടെ ചരക്ക് കയറ്റുമതിയാണ്. ഈ ചബഹർ തുറമുഖം സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭീഷണിയെ മറികടക്കാം. കാരണം പാകിസ്ഥാനില് ചൈനയുടെ പിന്തുണയോടുകൂടി ഗാദ്വാർ എന്നൊരു തുറമുഖം അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെറും 72 കിലോമീറ്റർ മാത്രം ദൂരെയാണ് ഈ ചബഹർ ഉള്ളത്. അപ്പൊ നമുക്ക് അഫ്ഗാനിസ്ഥാനിലോട്ടോ മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളിലോട്ടോ ചരക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു എളുപ്പ മാർഗമാണ് ചബഹർ തുറമുഖം. അപ്പൊ അവിടെ നമ്മുടെ ഗോതമ്പ്, അരി അതേപോലുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ മറ്റ് കടൽ മാർഗം കൊണ്ടുപോകുന്നതിനേക്കാൾ 40% ചെലവ് കുറവാണ്. മനസ്സിലായി. അപ്പൊ അവിടെ നിന്ന് എത്തിയിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് റെയിൽ റോഡ് കണക്ടിവിറ്റി അടക്കം ഇന്ത്യ അവിടെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇറാനിൽ വിലപേശല്, ഞങ്ങൾ ഇത് സെറ്റാക്കി തരികയാണെങ്കിൽ റെയിൽ റോഡ് കണക്ടിവിറ്റി അടക്കം അത് നടപടികളായിട്ട് മുമ്പോട്ട് പോവാം. ഇനി ഡോളറിന്റെ പേരിലാണ് ഇറാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നത്. ഡോളർ ഉപരോധം, അമേരിക്കയുടെ ഉപരോധം. അപ്പൊ അതിനെ മറികടക്കാനായിട്ട് ഇറാന്റെ റിയാലും നമ്മുടെ റുപ്പിയുമായിട്ട് റുപ്പി റിയാൽ ആ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ആ രീതിയിൽ വരെ ചർച്ചകൾ പോയിട്ടുണ്ട്. ഏതായാലും
ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് അത് വെറും ഒരു വിലാപയാത്ര, ഒരു ദുഃഖപ്രകടനം മാത്രമായിരിക്കില്ല. ലോക നേതാക്കൾ, ഇന്ത്യയുടെ പ്രതിനിധി അടക്കം അവിടെ പോകുന്നത് നിർണായകമായ ചില കരാറുകളും നീക്കങ്ങളും അതിൻ്റെ അണിയറയിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്.